ഇന്ന് നമ്മളൊരു പുതിയ വിഷയമാണ് സംസാരിക്കുന്നത്. യു കെയിലെ നഴ്സിംഗ് ജോലികൾക്ക് അവസരം കുറഞ്ഞു എന്നും അല്ലെങ്കിൽ തീർത്തും അവസരമില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകളാണ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണോ? യു കെയിൽ നേഴ്സുമാർക്ക് അവസരങ്ങളില്ലേ? യു കെയിൽ വിസ സംബന്ധമായി വരുന്ന പുതിയ നിയമങ്ങളെക്കുറിച്ചോ അതിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. യു കെയിൽ നേഴ്സുമാർക്ക് അവസരങ്ങൾ കുറഞ്ഞു, തീർത്തും ഇല്ലാതെയായി എന്നും IELTS അതേപോലെ OET ഒക്കെ പാസ്സായ നഴ്സുമാർക്ക് പോലും ഇനി അവസരങ്ങളില്ല എന്നുമായിരുന്നു വീഡിയോകളുടെ എല്ലാം തന്നെ ഉള്ളടക്കം. അതേപോലെ തന്നെയാണ് കെയർ ഗിവേഴ്സിൻ്റെ കാര്യവും. ഇത് സത്യമാണ്. ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി എപ്പോൾ തുടങ്ങും എന്ന് അറിയുകയുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ, പ്രത്യേകിച്ചും യു കെയിലേക്ക് അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർ, ഇത് കേട്ടിട്ട് നിരാശപ്പെടേണ്ടതുണ്ടോ? ഇല്ല എന്ന് പറയുവാനാണ് ഈ വീഡിയോ. എന്തുകൊണ്ട് ഞാൻ പറയാം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. തീർച്ചയായും യു കെയിൽ പല കാരണങ്ങൾ കൊണ്ട് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിലാണ് ഈ കുറവ് കൂടുതൽ വന്നത്. നയപരമായ കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ബ്രെക്സിറ്റ്, അതേപോലെ തദ്ദേശീയരായ തൊഴിലന്വേഷകരെ സംബന്ധിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ, ഇതെല്ലാം റിക്രൂട്ട്മെൻറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കൂടുതലും യു കെയിലെ NHS റിക്രൂട്ട്മെൻറ്റിലാണ് ഈ കുറവ് സംഭവിച്ചത്. ഇതിനൊരു കാരണമുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് പാൻഡമിക് കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ 50,000 പുതിയ നഴ്സുമാരെ അടുത്ത 3 വർഷം കൊണ്ട് യു കെയിലേക്ക് റിക്രൂട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുന്നു. അതിന് അദ്ദേഹം 3 വർഷത്തേക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾക്കായി NHS ട്രസ്റ്റുകൾക്ക് ചെലവാകുന്ന അപ്ഫ്രണ്ട് കോസ്റ്റ് സബ്സിഡൈസ് ചെയ്തു. ഇതൊരു നല്ല അവസരം ആണ് എന്ന് കണ്ട് ഒട്ടേറെ NHS ട്രസ്റ്റുകളിൽ ഉണ്ടായിരുന്ന നഴ്സുമാരുടെ വേക്കൻസി അവർ ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസിനെ കൊണ്ട് നികത്തുകയും ചെയ്തു. പ്രഖ്യാപിച്ച 50,000 ഒഴിവുകളിൽ നിന്നും 43,000-ഓളം നഴ്സുമാരെയാണ് NHS ട്രസ്റ്റുകൾ അന്ന് ബ്രിട്ടന് പുറത്തു നിന്നും റിക്രൂട്ട് ചെയ്തത്. പിന്നീട് എന്തു സംഭവിച്ചു? ബോറിസ് ജോൺസൺ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു, ഫണ്ടിങ് നിർത്തലാക്കുകയും ചെയ്തു. ഇതുകൊണ്ടുണ്ടായ 2 പ്രശ്നങ്ങൾ. ഒന്ന്, വേക്കൻസീസ് വളരെയധികം കുറഞ്ഞു. 2, ഓവർസീസ് റിക്രൂട്ടിംഗ് എന്നത് ട്രസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെലവേറിയ ഒരു ഏർപ്പാടായി മാറി. അങ്ങനെ വന്നപ്പോൾ അനവധി NHS ട്രസ്റ്റുകൾ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് എന്ന പരിപാടി നിർത്തലാക്കി. കൂട്ടത്തിൽ NHS ഇംഗ്ലണ്ടൊക്കെ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഉള്ള ആൾക്കാരെ നിലനിർത്തുവാൻ തീരുമാനിക്കുന്നു. അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായി. ഒട്ടേറെ NHS ട്രസ്റ്റുകളിൽ ഇപ്പോൾ ബജറ്റ് കട്ട് കൂടിയുണ്ട്. പലരും ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ളവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാതിരിക്കുവാൻ പരമാവധി ആൾക്കാരെ അവിടെ തന്നെ നിലനിർത്തുക എന്നതിനാണ് എല്ലാ ട്രസ്റ്റുകളും മുൻതൂക്കം കൊടുക്കുന്നത്. കൂടാതെ CBT ക്ലിയർ ചെയ്തിട്ടുള്ള നഴ്സുമാരുടെ ബാക്ക്ലോഗ് ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഒക്കെ കൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റിൽ കുറവ് വന്നത്. പഴയതുപോലെ പെട്ടെന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യത കുറഞ്ഞു, ഒഴിവുകളുടെ എണ്ണം കുറഞ്ഞു. പഴയതിനേക്കാൾ നഴ്സിംഗ് ജോലി കിട്ടുവാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വിദേശി നേഴ്സായി യു കെയിൽ ജോലി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിപ്പോഴും അവസരമുണ്ട്. പക്ഷേ അതിനു മുൻപായി ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അവിടെ ജോലിക്ക് ശ്രമിക്കുവാൻ. NHS ഇംഗ്ലണ്ട് ഓവർസീസ് നേഴ്സസ് റിക്രൂട്ട്മെൻറ്റിന് ഫണ്ടിങ് നിർത്തിയിട്ടുണ്ടെങ്കിലും NHS വെയിൽസ് നിർത്തിയിട്ടില്ല. തീർച്ചയായും NHS വെയിൽസിലെ ഹോസ്പിറ്റലുകൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വാൻസി ബേ ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അവർ കഴിഞ്ഞ വർഷം തന്നെ 140 നഴ്സുമാരെയാണ് ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്തത്. ഈ വർഷം അവർ 350 പേരെയാണ് റിക്രൂട്ട് ചെയ്യുവാൻ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെയാണ് അന്യൂറിൻ ബെവൻ ഹെൽത്ത് ബോർഡും. അവരും ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, യു കെയിൽ ഇപ്പോൾ ബൾക്കായിട്ടുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്നത് സത്യമാണ്. എന്നാൽ സെലക്റ്റീവ് ഹയറിംഗ് നടക്കുന്നുണ്ട്, ടാർഗറ്റഡ് ഹയറിംഗ് അത് നടക്കുന്നുണ്ട്. NHS ജോബ്സിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഇങ്ങനെ വിവിധ റോളുകളിലുള്ള നഴ്സുമാരുടെ വേക്കൻസി നിങ്ങൾക്ക് അവിടെ കാണുവാൻ പറ്റും. മെൻ്റൽ ഹെൽത്ത്, ലേണിംഗ് ഡിസബിലിറ്റി നേഴ്സ്, അഡൽട്ട് നേഴ്സ്,
ചിൽഡ്രൻസ് നഴ്സ്, നഴ്സിംഗ് അസോസിയേറ്റ്, ഇങ്ങനെയുള്ള റോളുകളിൽ തന്നെ വേറെയും വിവിധ വിഭാഗങ്ങളിലായി വേക്കൻസികൾ കാണുവാൻ നിങ്ങൾക്ക് കഴിയും. മെൻ്റൽ ഹെൽത്തിലൊക്കെ ഒട്ടേറെ വേക്കൻസികൾ ഇപ്പോഴും കാണുവാൻ സാധിക്കും. അഡൽട്ട് നേഴ്സസിൻ്റെ റോളിലൊക്കെ സാച്ചുറേഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റീസ് നേഴ്സുമാരുടെയും പീഡിയാട്രിക് റോളിലുള്ള നേഴ്സുമാരുടെയും കാര്യത്തിലൊക്കെ ഇപ്പോഴും സാച്ചുറേഷൻ ആയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു നേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് UK NMC രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങളിപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആണെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, പഠനത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠനവും കരിക്കുലത്തിൻ്റെ ഒരു ഭാഗം പോലെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. അത് നിങ്ങൾക്ക് ഏത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയാലും, IELTS ആയാലും അതേപോലെ OET ആയാലും നല്ല സ്കോറോടുകൂടി ക്രാക്ക് ചെയ്യുവാനാകും. ഇംഗ്ലീഷ് നേരത്തെ തന്നെ പഠനം ആരംഭിക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം പലപ്പോഴും പാസ്സായി പുറത്തിറങ്ങുന്നവർക്ക് നാട്ടിലേതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ പിന്നെ അവർക്ക് IELTSO അതുപോലെ തന്നെ OETO പോലെയുള്ള പരീക്ഷയ്ക്കുള്ള പഠനം ജോലിയുടെ ഇടയിൽ നടത്തുവാൻ ബുദ്ധിമുട്ടാണ്. മാറി മാറി വരുന്ന ഷിഫ്റ്റുകളും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ഈ ഇംഗ്ലീഷ് പഠനത്തിന് തടസ്സമാകാറുണ്ട്. പഠനത്തിന് ശേഷം 1-2 വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഒന്നല്ലെങ്കിൽ 2 വർഷത്തെ ഹോസ്പിറ്റലുകളിലെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു CV ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക. ജോലിയുടെ സ്വഭാവവും അത് ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സും നോക്കിയിട്ട് വേണം നിങ്ങളെ സംബന്ധിക്കുന്ന സപ്പോർട്ടിംഗ് ഇൻഫർമേഷനൊക്കെ കൊടുക്കുവാൻ. ഒരിക്കലും AI സഹായത്താൽ ഇത് തയ്യാറാക്കരുത്. UK-യിൽ പ്രൈവറ്റ് ആശുപത്രികളിലും നേഴ്സുമാരുടെ ഒഴിവുകളുണ്ട്. തീർച്ചയായും അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലൊക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, ഇതൊക്കെ അനുസരിച്ച് ശമ്പളത്തിൽ മാറ്റം വരാം. എന്നിരുന്നാലും 35,000 മുതൽ 45,000 പൗണ്ട് വരെ ആവറേജ് ശമ്പളമാണ് ഇവിടങ്ങളിൽ കിട്ടുക. UK-യിലെ സ്ഥിതിഗതികളിൽ സാരമായ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഉടനെ ഒന്നും ഉണ്ടാകില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം NHS ട്രസ്റ്റുകളിലുള്ള ഫണ്ടിൻ്റെ ഷോർട്ടേജ് തന്നെ. മാത്രമല്ല അവിടെയുള്ളവരെ തന്നെ എടുക്കുവാനാണ് NHS ട്രസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശവും. BSc കഴിഞ്ഞവർക്ക് 1 വർഷത്തെ MSc നഴ്സിംഗ്, 2 വർഷത്തെ മാസ്റ്റേഴ്സ്, GNM കഴിഞ്ഞവർക്കുള്ള ടോപ്പ് നഴ്സിംഗ് പ്രോഗ്രാം, +2 കഴിഞ്ഞവർക്കുള്ള 3 വർഷത്തെ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ UK-യിൽ അവസരങ്ങളുണ്ട്. പക്ഷേ ഇത് വളരെ ചിലവ് കൂടിയ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളാണ്. നല്ല പൈസ ചിലവ് വരും. ഇതൊക്കെ പറഞ്ഞ ഒട്ടേറെ ഏജൻസികൾ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും കാര്യങ്ങൾ ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏജൻസിയുടെ കെണിയിൽ വീഴാതെ ഇരിക്കുക. അതുകൊണ്ട് ആലോചിച്ച് ഉറപ്പിച്ച് മാത്രം കോഴ്സുകൾക്ക് ചേരുക. ലോണൊക്കെ എടുത്ത് അവിടെ പോയി പഠിച്ച് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന സമ്മർദ്ദം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇനി അയർലൻഡിലെ സ്ഥിതി കൂടി നോക്കാം. അയർലൻഡിൽ നഴ്സുമാർക്കും കെയർ ഗീവേഴ്സിനും നല്ലൊരു സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. അയർലൻഡ് വളരെ ആക്റ്റീവായി നഴ്സുമാരെയും കെയർ ഗീവേഴ്സിനെയും ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എക്സെപ്ഷണൽ വർക്ക് ലൈഫ് ബാലൻസ്, കോമ്പറ്റീറ്റീവ് സാലറി, നിങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന എംപ്ലോയേഴ്സ്, റീസണബിൾ ആയിട്ടുള്ള ജോലി സമയം, ഫെയർ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ, ഉദാരമായിട്ടുള്ള ലീവ് വ്യവസ്ഥകൾ, ഇതെല്ലാം അയർലൻഡ് ഉറപ്പ് നൽകുന്നുണ്ട്. കെയർ ഗീവേഴ്സിന് 27,000 യൂറോ മുതൽ 35,000 യൂറോ വരെ ശമ്പളം ലഭിക്കുന്നുണ്ട്. അയർലൻഡിൽ നഴ്സുമാർക്കാണെങ്കിൽ ആവറേജ് 36,000 മുതൽ 48,000 യൂറോ വരെ ശമ്പളമായിട്ട് ലഭിക്കുന്നു. ഒട്ടുമിക്ക എംപ്ലോയേഴ്സും റീലൊക്കേഷൻ ബോണസും തുടക്കത്തിൽ അക്കോമഡേഷനും കൊടുക്കുന്നുമുണ്ട്. ഓസ്ട്രേലിയ ഏപ്രിൽ 2025 മുതൽ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർക്കായി 2 പുതിയ പാത്വേ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സുമായി യോജിക്കുന്ന UK, അയർലൻഡ്, സ്പെയിൻ, സിംഗപ്പൂർ, USA, അതേപോലെ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ, ഒണ്ടാറിയോ പ്രവിശ്യകളിൽ നിന്നും നഴ്സിംഗ് ഡിഗ്രി എടുക്കുകയും അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന നഴ്സുമാർക്കും. ഇനി രണ്ടാമത്തെ പാത്വേ അവരവരുടെ സ്വന്തം രാജ്യത്ത് പഠിക്കുകയും ഡിഗ്രി എടുക്കുകയും ചെയ്യുകയും നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സുമായി യോജിക്കുന്ന രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അവിടങ്ങളിൽ വാലിഡായിട്ടുള്ള ലൈസൻസ് ഉണ്ടാകുകയും ആവശ്യത്തിന് വേണ്ട മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള നഴ്സുമാർക്കാണ് ഇത്. ജനുവരി 1, 2017 ശേഷം ചുരുങ്ങിയത് 1800 മണിക്കൂറെങ്കിലും ഇവർക്ക് പ്രാക്ടീസ് ഉണ്ടാകണം. ഇംഗ്ലീഷ് പ്രൊഫഷൻസി റിക്വയർമെൻറ്റ്സ് നിർബന്ധമാണെങ്കിലും NCLX അതേപോലെ OSCE ടെസ്റ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട്.
ഇതും മലയാളികളായ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് അനുകൂലമാണ്. ഈ പുതിയ പാത്വേ കൊണ്ടുള്ള പ്രധാന ഗുണം അത് പ്രോസസ്സിംഗ് ടൈം മുമ്പത്തേക്കാൾ ഗണ്യമായി കുറയ്ക്കുന്നു. കൂടാതെ ചില ടെസ്റ്റുകൾ ഒഴിവാക്കിയും കിട്ടുന്നു എന്നതാണ്. അയർലൻഡും ബ്രിട്ടനും കൂടാതെ ജർമ്മനി, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ആക്റ്റീവായി നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. മിക്കവാറുമൊക്കെ നമ്മുടെ കുട്ടികളിൽ പലരും ഭാഷ എന്ന കടമ്പയിലാണ് തട്ടി വീഴുന്നത്. അതുകൊണ്ട് ഭാഷ ഏതായാലും അത് പഠിക്കുക, ശ്രമിക്കുക. UK വാതിലുകൾ അടഞ്ഞു എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. വിജയം അത് തീർച്ചയായും നിങ്ങളുടേതാകും. ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.